ഒരുതലൈ രാഗം എന്ന് പറഞ്ഞ സിനിമയിൽ ഡബ് ചെയ്തു. മഞ്ഞിലുരിഞ്ഞ പൂക്കളിൽ ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത്. അപ്പോൾ അതിൽ ആക്ച്വലി വേറെ ആളെ കൊണ്ട് അവർ ചെയ്യിക്കാൻ കുറേ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നോക്കി. ബിക്കോസ് ഞാൻ പഠിച്ചതും വളർന്നതൊക്കെ ചെന്നൈയിലായിരുന്നു. എൻ്റെ ഫസ്റ്റ് സിനിമയും തമിഴായിരുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ എനിക്ക് തമിഴാണ് കുറച്ച് കൂടുതൽ സംസാരിച്ചിരുന്നത്. പക്ഷേ ഫാസിൽ പറഞ്ഞില്ല, വേണ്ട, ശങ്കർ തന്നെ ചെയ്യട്ടെ, ധൈര്യമായിട്ട് ആച്ചിക്ക പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അതിൽ ഡബ് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ആദ്യത്തെ ഡബ്ബിങ്. ഞാൻ ആദ്യമായിട്ട് കരഞ്ഞത് മഞ്ഞിലുരിഞ്ഞ പൂക്കളിലാണ്. മറ്റ് സിനിമയിൽ ഒരുതലൈ രാഗം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ കരഞ്ഞിട്ടില്ല. പക്ഷേ മഞ്ഞിലുരിഞ്ഞ പൂക്കളിൽ കരയുന്ന സീനുണ്ട്. കരഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നൊരു സീനൊക്കെ ഉണ്ട്. 3 പാട്ടുകളുണ്ട്. പക്ഷേ 2 പാട്ട് ഞാൻ പാടുന്നുണ്ട്. മിഴിയോരം, പിന്നെ മഞ്ചാടിക്കുന്നിൽ, ഈ 2 പാട്ടുകൾ. അത് അവർ പറഞ്ഞു തരുന്ന രീതിയിൽ നമ്മൾ അഭിനയിക്കും, അത്ര. ഞാനും മേനകയും ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ എൻ്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ആ സിനിമ നാച്ചുറലി ഒരു സിനിമ ഹിറ്റാവുമ്പോൾ അതിലെ പേര് ഹിറ്റാവും. പക്ഷെ ആക്ച്വലി ഞങ്ങൾ നല്ല ഫ്രണ്ട്സിനെ പോലെയാണ്. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് സുരേഷാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളെ പോലെ ആണെങ്കിലും ഞങ്ങൾ ഏറ്റവും വലിയ ഒരു പേരായി മാറി സിനിമയിൽ. അതെന്താ വെച്ചാൽ തുടർച്ചയായിട്ട് ഞങ്ങളുടെ സിനിമകൾ, എൻ്റെ മോഹങ്ങൾ പുഴഞ്ഞു, എങ്ങനെ നീ മറക്കും, മുത്തോട് മുത്ത്, അങ്ങനെ ഒരുപാട് സിനിമകൾ ഹിറ്റായി തുടർച്ചയായിട്ട്. അങ്ങനെ വന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ഒരുതലൈ രാഗം എന്ന് പറഞ്ഞ സിനിമയാണ്. അത് ഞാൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ ആകെ 16 പേരെ ഉണ്ടായിരുന്നുള്ളൂ തിയേറ്ററിൽ. അപ്പോൾ അവർ ഈ സിനിമ ഓടില്ല എന്നുള്ള ഒരു കണക്കൂട്ടിലായിരുന്നു. ആക്ച്വലി ഞാനല്ല പോയത്, എൻ്റെ ഫ്രണ്ട്സാണ് ആദ്യം പോയത്. അപ്പോൾ അവരാ പറഞ്ഞത് ഇങ്ങനെ 16 പേരെ ഉണ്ടായി. പക്ഷേ ഈ സിനിമ ഇതിൻ്റെ സോങ്സും ഇതിൻ്റെ സ്റ്റോറിയൊക്കെ കാരണം കൊണ്ട് ഇത് പതുക്കെ ഹിറ്റാവാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 4-5 ഡേയ്സ് കഴിഞ്ഞപ്പോൾ കുറച്ച് ആൾ കയറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഈ സിനിമ കാണാൻ പോയി. ഇത് അലങ്കാർ എന്ന് പറയുന്നൊരു തിയേറ്ററിലാണ് ചെന്നൈയിൽ ഇത് കളിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ കാണാൻ ചെന്നപ്പോൾ ഞങ്ങൾ ഈ സിനിമ കാണാൻ വന്നിട്ടുണ്ടെന്ന് ഇൻ്റർവെല്ലിൽ അറിഞ്ഞപ്പോൾ എല്ലാവരും ഓടി വന്ന് ഞങ്ങളെ പൊക്കിയെടുത്ത് സ്റ്റേജിൽ കൊണ്ടുപോയി നിർത്തി. അവിടെ അതിൻ്റെ ആ സ്ക്രീനിൻ്റെ മുമ്പിലൊരു സ്റ്റേജ് ഉണ്ട്. അതാണ് ഞാൻ എൻ്റെ ആദ്യത്തെ എൻ്റെ സിനിമ കാണാൻ പോയി. ഞാൻ കുറച്ച് കാലം മാറി നിന്നു സിനിമയിൽ നിന്ന്. വീണ്ടും ഇപ്പോൾ 2-3 സിനിമകളിൽ ഇപ്പോൾ വന്നു. ഇനിയിപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് 2-3 സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം എനിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന, മീൻസ് എൻ്റെ ഇപ്പോഴത്തെ ഏജിനും എൻ്റെ ഇതിനും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ശക്തമായ ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം.